എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. മെയ് മാസമായിരിക്കെയാണ് സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനം സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. നമുക്ക് ലഭിക്കേണ്ട പെൻഷൻ ആനുകൂല്യങ്ങൾ അതിൻ്റെ കുടിശ്ശികയുടെ വിതരണം കൂടി ഈ മാസം നടത്തുവാൻ പോവുകയാണ്. 62 ലക്ഷത്തോളം വരുന്ന ആളുകളിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സഹായം സ്വീകരിക്കുന്ന 25 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ കൈകളിൽ സ്വീകരിക്കുന്നവർക്കും എല്ലാം ഈ ധനസഹായം വിതരണം ചെയ്യുമെന്നുള്ള അറിയിപ്പാണ് ഈ സമയത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. 62 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഈ ഒരു സഹായത്തിൽ 3 മാസത്തെ കുടിശ്ശികയാണ് ഇനി വിതരണം ചെയ്യുന്നതിന് വേണ്ടി ശേഷിക്കുന്നത്. അതായത് 4800 രൂപയോളം വരും. ഈ 4800 രൂപയുടെ ആദ്യ ഗഡു അതായത് 1600 രൂപ മെയ് മാസം വിതരണം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മെയ് മാസം ലഭിക്കേണ്ട ഗഡു കൂടെ ചേർത്ത് 3200 രൂപയായിട്ടാണ് ലഭിക്കുന്നത്. അതായത് 2 ഗഡുക്കൾ ഇപ്പോൾ ലഭിക്കുവാൻ പോകുന്നത്. മെയ് മാസം 15-ാം തീയതിക്ക് ശേഷമാണ് വിതരണം നടത്തുന്നത്. സാധാരണഗതിയിൽ മെയ് 25-ന് ശേഷം ആരംഭിക്കേണ്ട വിതരണമാണ് മെയ് മാസം പകുതിയോടെ ഈ പ്രാവശ്യം വിതരണം ചെയ്യുന്നത്. സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പനുസരിച്ച് മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള മസ്റ്ററിംഗ്, അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റിലെ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് രേഖാ സമർപ്പണങ്ങൾ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് പാലിച്ചിട്ടുള്ളവർക്കായിരിക്കും വിതരണം നടക്കുക. അതായത് പുതുതായിട്ടുള്ള മസ്റ്ററിംഗ് ഒന്നും തന്നെ സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. സാധാരണഗതിയിൽ അത് ഏപ്രിൽ മാസങ്ങളുടെയൊക്കെ ആരംഭിക്കേണ്ടതാണ്. പക്ഷേ അത് ആരംഭിക്കാത്ത സ്ഥിതിക്ക് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ആനുകൂല്യം ലഭിച്ച എല്ലാവർക്കും മുടങ്ങാതെ തന്നെ ധനസഹായം എത്തിച്ചേരുന്നതാണ്. ഇനി അതുമാത്രമല്ല, ധനസഹായം വാങ്ങുന്ന വ്യക്തികളിൽ വിധവാ പെൻഷൻ വാങ്ങുന്നവരും അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ സ്കീമുകളിൽ ആനുകൂല്യം വാങ്ങുന്നവരുമുണ്ട്. അവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയപരിധി അവസാനിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അതാരെങ്കിലും കൊടുക്കാനുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് ആനുകൂല്യം മുടങ്ങുന്നതായിരിക്കും. അത് ചിലപ്പോൾ മുടങ്ങിക്കഴിയുമ്പോൾ ആയിരിക്കും ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ ഏതെങ്കിലും കാരണവശാൽ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ വിതരണമാണ് എങ്കിൽ പോലും അത് കൃത്യമായിട്ട് ലഭിക്കാതെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റാറ്റസ് പരിശോധിക്കുക. നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത് സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി തന്നെ പരിശോധിക്കാം. സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ കയറി സേവന പെൻഷൻ എന്ന് ക്രോമിലൊന്ന് സെർച്ച് ചെയ്താൽ മതി. ആദ്യം വരുന്ന ആ ഒരു വെബ്സൈറ്റിൽ തന്നെ പ്രവേശിക്കുക. അതിനുശേഷം നമ്മുടെ പെൻഷൻ ഐഡിയോ അല്ലെങ്കിൽ ആധാർ നമ്പരോ ഇവയൊക്കെ ഉപയോഗിച്ച് നമ്മുടെ പെൻഷൻ സ്റ്റേറ്റസ് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. അവിടെ നമ്മുടെ വ്യക്തിഗത വിവരങ്ങളെല്ലാം തന്നെ ഉണ്ട് എന്ന് കൃത്യമായിട്ട് സ്ഥിരീകരിക്കുക. അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്ത സമയവും മറ്റു കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടി ഒരുപാട് ഓപ്ഷനുകളും ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സമയത്താണ് അക്കൗണ്ടിലേക്ക് തുക എത്തിയത്, മറ്റുള്ള കാര്യങ്ങളും നമുക്ക് ഇതിലൂടെ കൃത്യമായിട്ടും മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് ഗുണഭോക്താവിന് ആനുകൂല്യം മുടങ്ങുകയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളിലും നിങ്ങൾക്ക് സ്ഥിരീകരണവും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കുവാനും സാധിക്കുന്നതാണ്. ഏത് സമയത്ത് വന്നു, അതോടൊപ്പം തന്നെ തുക ക്രെഡിറ്റ് ആയോ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് സ്റ്റാറ്റസ് പരിശോധിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ഇപ്പോൾ നമുക്ക് 2 ഗഡു ഒരുമിച്ച് വരുമ്പോൾ ഈ 2 ഗഡുകളുടെ വിതരണം സർക്കാർ ഇപ്പോൾ നൽകേണ്ടി വരുന്നുണ്ട്. അതായത് പരമാവധി 1000 രൂപ വരെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ലഭിക്കുന്നവരുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ഒരു തുക ഒരാഴ്ചയൊക്കെ വൈകിയൊക്കെ ആയിരിക്കും അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നത്. ചിലപ്പോൾ അത് 1-2 ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ തന്നെ അക്കൗണ്ടിൽ എത്തുന്നതാണ്. പക്ഷേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ലഭിക്കണമെങ്കിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ്ങും മറ്റ് സ്റ്റാറ്റസ് കാര്യങ്ങളും ഒന്ന് പരിശോധിക്കേണ്ടതാണ്. അതിനുള്ള സംവിധാനം ആധാറിൻ്റെ വെബ്സൈറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളും കൃത്യമായിട്ടും വെബ്സൈറ്റ് മുഖേന നിങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുവാൻ ശ്രമിക്കേണ്ടതാണ്. അത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് വേണമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ ലിങ്കിൽ കയറി നിങ്ങൾ നമ്മുടെ ആധാർ നമ്പരും അതുമായി ബന്ധപ്പെടുത്തിയുള്ള മറ്റ് അക്കൗണ്ട് വിവരങ്ങളും കൃത്യമായിട്ട് നൽകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. വിതരണം നടക്കുന്ന മെയ് മാസം 15-ന് ശേഷമാണ് സർക്കാർ ഇപ്പോൾ നിലവിലിപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.